ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടി. ആനപ്പുറത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. റിമോട്ട് വിത്ത് ഫ്ലിപ്പ് കീ. ഇന്ത്യൻ ട്രക്കുകളുടെ ശ്രേണികളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് അശോക് ലൈലാൻഡ്. ആ അശോക് ലൈലാൻഡിൻ്റെ ലൈറ്റ് കൊമേഴ്ഷ്യൽ ട്രക്കുകളിൽ ഒന്നായ ബഡാ ദോസ്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബഡാ ദോസ്തിൻ്റെ i5+ മാത്രമല്ല, ഇത് i5+, ഇത് i5 ന്യൂ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. കാഴ്ചയിൽ മാത്രമല്ല, പ്രകടനത്തിലും പെർഫോമൻസിലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് വണ്ടി. ഇതിൻ്റെ പ്രധാനമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റിയിലാണ് ഇതിൻ്റെ മാറ്റം ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് വളരെ വീതിയേറിയ ഒരു ഹെഡ്ലൈറ്റാണ് i5 ന്യൂവിനും വരുന്നത്. അതുപോലെ തന്നെ i5+നും ആ സെയിം സൈസുള്ള ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബമ്പർ. ഇതിനും സെയിം തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയുള്ള ഒരു ബമ്പറാണ് i5+നും വരുന്നത്. ശേഷം അതിന് മുകളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അശോക് ലൈലാൻഡിൻ്റെ വലിയൊരു എംബ്ലം കാണാം, അവരുടെ ഒരു ബാഡ്ജിങ്ങും കാണാം ഇവിടെ. അതിനുശേഷം വലിയൊരു വിൻഷീൽഡ്, പിന്നെ ഒരു വിൻഷീൽഡ് വൈപ്പറും. ഡ്രൈവർക്ക് ഏറ്റവും കൂടുതൽ സുഖപ്രദമായി ഓടിക്കാൻ പറ്റുന്നതും ഇനി കൂടെയുള്ള കോ പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ കോ ഡ്രൈവർമാർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും സവിശേഷകരമായ ക്യാബിനാണ് ദോസ്ത് i5-ൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിശാലമായിട്ടുള്ള ഒരു വിൻഡോ ഏരിയ, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡ് മിറർ, വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് തന്നെയുള്ള ഒരു സൈഡ് മിററാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. ശേഷം ഇതിൻ്റെ ക്യാബിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് ക്ലാഡിങ് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 15 ഇഞ്ച് ടയറാണ്. ഈ ടയറിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതിൽ എന്ത് ലോഡും വരെ കയറും, അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് ഈ ടയർ സൈസ് കൊണ്ട് തന്നെ മനസ്സിലാവും. പോരാത്തതിന് നല്ല ഹൈറ്റുള്ള ഒരു ക്യാബിനും. ശേഷം ഇതിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡൊരു ക്രാഷ് ബാരിയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ 50 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ടാങ്ക് വരുന്നത്. 50 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ശേഷം പുറകിലോട്ട് വരുമ്പോൾ ടയറിൻ്റെ മുകളിലോട്ടൊരു ഫ്ലാപ്പ്, 15 ഇഞ്ച് ടയർ. ഈ ടയർ എന്ന് പറയുന്നത് ട്യൂബാണ് ടയർ വരുന്നത്, ട്യൂബ്ലെസ് അല്ല. ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ 2 റിയർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ i5 ന്യൂവിനും i5+നും റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ പോരാതെ തന്നെ ഇവിടെ വലിയൊരു തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കാർഗോഡൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വലിപ്പം ഒന്ന് അറിയാം. സ്ട്രോങ് ആയിട്ട് തന്നെയാണ്, അതിവിശാലമായിട്ട് തന്നെയുള്ള ഒരു കാർഗോഡൊക്കെയാണ് ഇനി കൊടുത്തിരിക്കുന്നത്. ഇത് i5 ന്യൂവും അത് i5+മാണ്. i5 ന്യൂവിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1758 കിലോഗ്രാമാണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി. i5+ൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2121 കിലോഗ്രാമാണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി. അതായത് 2 ടണ്ണിന് മുകളിലും അത് 2 ടണ്ണിന് താഴെയും. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ ഹൈഡെക് ബോഡിയാണ്, അത് ലോഡെക് ബോഡിയാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. സാധാരണ കമ്പനി പറയുന്ന കണക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കാറില്ലല്ലോ. സ്വാഭാവികമായിട്ടും പൊതുവെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നത് 2 ടണ്ണിന് മുകളിൽ കപ്പാസിറ്റിയുള്ള വണ്ടിക്ക് എങ്ങനെ ഒരു 3 ടൺ 4 ടൺ വരെയൊക്കെ ഈ വണ്ടി വലിക്കും, അത് ഉറപ്പാണ് തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇത് എന്താ പറയണ്ടേ, ഈ ചെറിയ കാർഗോ, പാഴ്സൽ, കാറ്ററിങ് അങ്ങനെയുള്ളവർക്കും ആ ഒരു ലോഡ് കുറഞ്ഞ അല്ലെങ്കിൽ പേലോഡ് കപ്പാസിറ്റി കുറഞ്ഞ വണ്ടിയാണെങ്കിലും അതും ചൂസ് ചെയ്യാം. ഇനി ഹെവി ഡ്യൂട്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ i5+ഉം ചൂസ് ചെയ്യാം. ലൈലാൻഡിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിക്കുന്ന വണ്ടികളായതുകൊണ്ട് i5+എന്നോ അല്ലെങ്കിൽ i5 ന്യൂവിനോ വ്യത്യാസങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു 6 ലീഫിൻ്റെ സെമി ഇലക്ട്രിക്കൽ സസ്പെൻഷനാണ് ഇതിന് രണ്ടിനും വരുന്നത്. ഇത് i5+ഉം ഇത് i5 ന്യൂവും. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് 3 ലീഫിൻ്റെ റിജിഡ് ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതായത് ഡ്രൈവേഴ്സിനും ഇനിയിപ്പോൾ കോ ഡ്രൈവേഴ്സിന് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ അത് അത്രയും നല്ല വിശാലമായിട്ടുള്ള ഒരു ക്യാബിനാണുള്ളത്. സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ആനപ്പുറത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ബാക്കിയുള്ള വണ്ടികളിലെ അപേക്ഷിച്ച്. പിന്നെ ഇതിൻ്റെ ക്യാബിൻ്റെ കംഫർട്ട് കൂട്ടാൻ, അതായത് ലോങ് പോകുന്ന ഇഷ്ടം പോലത്തെ ഡ്രൈവർമാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് പോകാനായിട്ടൊക്കെ അത് കമ്പനി നല്ലൊരു ക്യാബിൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു AC ക്യാബിൻ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു AC ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ക്യാബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്യാബിൻ എന്ന് പറയുന്നത് ഒരു വാക്ക് ത്രൂ ക്യാബിനാണ്. അപ്പോൾ ഈ വാക്ക് ത്രൂ ക്യാബിൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. എങ്ങനെയാണ് ഇതിൻ്റെ ഈ വാക്ക് ത്രൂ ക്യാബിൻ? ഇതിൽ നമുക്ക്
ഇതിപ്പോ എൻഗേജിലാണിപ്പോ. പ്രസ് താഴത്തേക്കാക്കി ഒന്ന് വലിച്ചേ. ഇപ്പോൾ എൻഗേജിലായി. ഇനി നമുക്ക് ഈ ലിവറിൽ മുമ്പോട്ട് പുഷ് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി എൻഗേജിലാണ്. വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് ഇപ്പോൾ വണ്ടി. നമുക്കിത് ഇനി നമുക്ക് ഇത് സീറ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഈ സീറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ സീറ്റ് പോലെ തന്നെ ഈ സീറ്റും ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം സുഖമായിട്ട് നല്ല ക്ഷീണിച്ച് വരുന്ന ഡ്രൈവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. പോരാതെ തന്നെ AC ക്യാബിനും. എഞ്ചിൻ എന്ന് പറയുന്നത് 1478 cc 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജർ ഇൻ്റർകൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 3300 RPM 80 HP. ടോർക്ക് മാക്സിമം വരുന്നത് 1600 to 2400 RPM 190 Nm ആണ് ടോർക്ക് വരുന്നത്. ക്ലച്ച് വരുന്നത് ഡയഫ്രം സിംഗിൾ ഡ്രൈ പ്ലേറ്റ് മെക്കാനിക്കൽ കേബിളാണ് ഇതിൻ്റെ ക്ലച്ച് ഓപ്പറേറ്റിങ്ങും ഗിയറിൻ്റെ അസംബ്ലിയും വരുന്നത്. ഗിയർ ബോക്സ് 5 സ്പീഡ് സിങ്ക്രോമെഷ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് വാക്വം അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബ്രേക്ക് വിത്ത് LSPV വെന്റിലേറ്റഡ് ഡിസ്ക് ടൈപ്പാണ് ഫ്രണ്ട് ബ്രേക്ക് വരുന്നതും. റിയർ ബ്രേക്ക് വരുന്നത് ഡ്രം ടൈപ്പ് റിയർ ബ്രേക്കുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ GVW എന്ന് പറയുന്നത് 3800 കിലോയാണ്. ഓവറോൾ ലെങ്ത് പറയുന്നത് 5025 മില്ലിമീറ്ററും വിഡ്ത്ത് 1842 മില്ലിമീറ്ററും ഓവറോൾ ഹൈറ്റ് വരുന്നത് 2061 മില്ലിമീറ്ററും വീൽ ബേസ് 2590 മില്ലിമീറ്ററുമാണ്. ഇതൊരു ലൈറ്റ് കൊമേഴ്ഷ്യൽ ട്രക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 80 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. മൊത്തത്തിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മൈലേജും അശോക് ലൈലാൻഡ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടോ ഫ്ലിപ്പ് കീ, ഇത് റിമോട്ട് വിത്ത് ഫ്ലിപ്പ് കീ. ഇതെനിക്ക് തോന്നുന്ന സാധാരണ ഇത്തരം വണ്ടികളിൽ കൊമേഴ്ഷ്യൽ ട്രക്കുകളിലൊന്നും റിമോട്ട് വിത്ത് ഫ്ലിപ്പ് കീ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതാണ്. ഇതിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്ര ഹൈറ്റിലിരിക്കണ ഒരു ക്യാബിൻ, പോരാത്തതിന് ഇതിൻ്റെ എന്ത് സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിങ് ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടി. അതുപോലെ തന്നെ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാമത്തെ നമുക്ക് കാറിലൊക്കെ ഉള്ള പോലത്തെ തന്നെ അകത്ത് ഒരു കൂളിങ്, നല്ല കൂളിങ്ങാണ്. പെട്ടെന്ന് തന്നെ ഈ ക്യാബിൻ കംപ്ലീറ്റ് കൂളായിട്ടുണ്ട്. അതുതന്നെ വണ്ടിയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പവർ തന്നെയാണ് വണ്ടിക്ക്. എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊമേഴ്ഷ്യൽ ട്രക്ക് തന്നെയാണ് അശോക് ലൈലാൻഡിൻ്റെ ദോസ്ത് i5.